എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും രുചികരമായ ഒരു ബട്ടർ പനീറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലോട്ട് 2 സവോള അരിഞ്ഞിട്ടത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളർ ആവുന്നതുവരെ നന്നായി വഴറ്റുക. നന്നായി വഴന്നതിന് ശേഷം അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം പനീർ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ നന്നായി ഫ്രൈ ആയതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് പനീർ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കാഷ്യൂ നട്ടാണ്. പിന്നെ 1 സ്പൂൺ തൈര്. ഇനി നമുക്ക് വേണ്ടത് 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയും നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു കഷ്ണം ബട്ടർ ഇടുക. പിന്നെ കുറച്ച് മസാല കൂട്ടിടുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുക. കറിക്ക് നന്നായിട്ട് കളർ കിട്ടാൻ ആദ്യമേ മുളക് പൊടി ഇട്ട് അതിൻ്റെ പച്ചമണമെല്ലാം കളഞ്ഞതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. നന്നായി വഴന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുക. ഇനി 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇടുക. ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു തക്കാളി അരച്ചത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം കൂടി നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായി തിളയ്ക്കാൻ അനുവദിക്കുക. നന്നായിട്ട് ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ അത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് വേണ്ടത് 1 സ്പൂൺ പഞ്ചസാരയാണ്. നമുക്കതിലെ പുളി എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 സ്പൂൺ പഞ്ചസാര ഇടാം. പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കസ്തൂരി മേത്തി. അത് ഒരു കുറച്ചെടുത്തിട്ട് നമുക്ക് കയ്യിലൊന്ന് തിരുമ്മി അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടർ കൂടി അതിലോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞത് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് വിതറി കൊടുക്കാം. പിന്നെ നല്ല കട്ടിയുള്ള പാല് അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഡെലീഷ്യസ് ആയ ബട്ടർ പനീർ കറി റെഡി. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണേ.